എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകളിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ ചുഴലിക്കാറ്റ് വലിയ നാശം വിതച്ചിരിക്കുകയാണ്. അത്യന്തം ദുഃഖകരമായ സംഭവമാണ് അത് എന്നതിൽ സംശയമില്ല. മുഖ്യമന്ത്രി ജയലളിത അന്തരിച്ചതിൻ്റെ ദുഃഖത്തിൽ നിന്ന് തമിഴ് ജനത മുക്തമായിട്ടില്ല ഇതുവരെ. തലൈവിയുടെ പേരിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പക്ഷേ അത്ര വെടിപ്പല്ലെന്നാണ് അറിയുന്നത്. അച്ഛൻ കട്ടിലൊഴിയാൻ കാത്തുനിന്ന മക്കളെ അനുസ്മരിപ്പിക്കും വിധമാണ് തമിഴ്നാട്ടിൽ കാര്യങ്ങൾ പോകുന്നത്. അമ്മ പോയി ചിന്നമ്മ ഭരണം നടത്തുന്ന സംസ്ഥാനമായി മാറാൻ പോവുകയാണത്രേ തമിഴ്നാട്. പക്ഷേ ചിന്നമ്മയെ കെട്ടിലമ്മയാക്കി വാഴിക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് കുറേ പ്രതിപക്ഷ ശബ്ദവും ഉയർന്നു വന്നിട്ടുണ്ട് അവിടെ. തലൈവിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാത്തതിൻ്റെ കാരണം അറിയണമെന്ന് നടി ഗൗതമി ആവശ്യപ്പെട്ടിട്ടുണ്ട്. The treatment is only the reason that she was there, but there is so much surrounding her stay in the hospital for such an extended period of time. I am merely asking about what all happened during that time aside from and surrounding the actual illness and the treatment. So it is very, very relevant and very important for the people of that state to know who and how these decisions around her are being made when she is, according to what they are saying, she is in an incapacitated state. അമ്മയായാലും ചിന്നമ്മയായാലും ഒരു പെൺതുണ വേണമെന്ന നിലപാടിലാണ് തലൈവിയുടെ പാർട്ടിക്കാർ. ചിന്നമ്മമാർ വെറും ചിന്ന അമ്മയല്ല എന്നത് തന്നെയാണ് അതിന് കാരണം. ഇത്തരം ചിന്നമ്മമാരെ പടിയടച്ച് പുറത്താക്കാനുള്ള റായത്തൊന്നും അവിടെ ആർക്കും ഇല്ല എന്നതാണ് സത്യം. ഇനി കേരളത്തിലേക്ക് വരാം. ഇവിടെ കോൺഗ്രസിൻ്റെ DCC പുനഃസംഘടിപ്പിച്ച് പാർട്ടി വലിയ സംഘടനത്തിന് തിരികൊളുത്തിയിരിക്കുകയാണല്ലോ. പഴയ പ്രസിഡന്റുമാരെയൊക്കെ പടിയടച്ച് പുറത്താക്കി എരുമച്ചാണകവും തളിച്ച് ശുദ്ധമാക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു നമ്മുടെ സുധീരൻജി. പക്ഷേ സ്ഥാനം വിട്ടുപോകുന്ന ചില പഴയ പ്രസിഡന്റുമാരുടെ അവസ്ഥ കാണുമ്പോൾ സങ്കടം തോന്നാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ KC അബുവിൻ്റെ കാര്യം തന്നെ എടുക്കാം. പാപം എന്തൊക്കെ ഷോകളാണ് പടച്ചു പോകാൻ വേണ്ടി നടത്തിയിരുന്നത്. എല്ലാം വൃഥാവിലായി. വേറെ ആൺപിള്ളാരെ പ്രസിഡന്റായി നിയമിച്ചു കളഞ്ഞു സുധീരൻ. നവവത്സര സമ്മാനമായി കേരളത്തിൽ എല്ലാ ജില്ലകളിലും ചെറുപ്പക്കാരായ വളരെ ഊർജ്ജസ്വലരായ പുതിയ ലീഡർഷിപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകും എന്ന് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. BJPയും അതുപോലെ CPMും ഇവിടെ ബാറ്റ് ഏന്തി റൺ എടുക്കാൻ അതിവേഗതയിൽ റൺ വാരിക്കൂട്ടാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നല്ല മികച്ച ബൗളർമാരെ ഇറക്കേണ്ട സമയമാണ്. അപ്പോൾ ഏറ്റവും നല്ല കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള ഏറ്റവും നല്ല ഇതിനകത്ത് സ്പിൻ ബൗളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൊള്ളാവുന്ന ആളുകളെ DCC പ്രസിഡന്റാക്കി വെച്ചിരിക്കുന്നു. അബു ശരിക്കും കോഴിക്കോട്ടെ കോൺഗ്രസിന് മാത്രമല്ല ഞങ്ങളെപ്പോലെയുള്ളവർക്കും ഒരു വരദാനമായിരുന്നു. അബുവില്ലാതെ പുതിയ ഒരു പ്രസിഡന്റിൻ്റെ ഷോയെപ്പറ്റി സങ്കല്പിക്കാനാവുന്നില്ല. ഭൂമിക്ക് താഴെയുള്ള എന്തിനെപ്പറ്റിയും അഭിപ്രായം പറയാൻ കാണിക്കുന്ന ആ ചങ്കൂറ്റമുണ്ടല്ലോ, വേറെ ആർക്കുണ്ടത്? ഞാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസ് നേതൃദാരിദ്ര്യം ഇല്ലാത്ത പാർട്ടിയാണ്. അപ്പം നേരത്തെ ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ്, ഇന്ത്യൻ ക്രിക്കറ്റിൽ ഗവാസ്കറിൻ്റെ കാലഘട്ടം. ഗവാസ്കർ പോയാൽ ആരുണ്ടാവില്ല എന്നൊക്കെ തോന്നിയൊരു കാലം. പിന്നീട് അത് ലിറ്റിൽ മാസ്റ്റർ വരുന്നു, ക്രിക്കറ്റിൻ്റെ ഇതിഹാസമായ സച്ചിൻ്റെ കാലഘട്ടം. സച്ചിൻ പോയപ്പോൾ നമ്മൾ വേദനിച്ചിരുന്നു. പക്ഷേ ധോണി പുതിയ റെക്കോർഡുമായി വന്നു. ഇപ്പോൾ വന്നിട്ടുള്ള കോഹ്ലിയാണെങ്കിൽ തൻ്റെ മുൻഗാമികളുടെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് പോകുമോ എന്ന് ആളുകൾ സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തോ മറ്റുമാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇരുന്നവരല്ല, ഇപ്പോൾ വന്നവരും ഇനി വരാനിരിക്കുന്നവരുമാണ് ഞങ്ങളെക്കാൾ 100% യോഗ്യന്മാർ എന്ന അഭിപ്രായം. സ്ഥാനം വിട്ടുപോകുന്ന ഈ പ്രസിഡന്റുമാരെയൊക്കെ എവിടെ മാറ്റി പാർപ്പിക്കും എന്ന കാര്യത്തിൽ സുധീരൻജിക്ക് ഇതുവരെ ഒരു ഐഡിയയും ഇല്ല എന്നാണ് തോന്നുന്നത്. ഈ വയോധികരായ മുൻ പ്രസിഡന്റുമാർക്കെല്ലാം രാമചന്ദ്രൻ മാസ്റ്ററുടെ ഗതി വരാതിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങ് തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റായ കരകുളം കൃഷ്ണപിള്ളയെ യാത്രയാക്കാനുള്ള ഒരു പരിപാടി കഴിഞ്ഞ ദിവസം നടന്നു. അതിലേക്ക് പോകാം. ഇന്ന് നമ്മളെ എല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഒരു യാത്ര ചോദിക്കലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 19 മാസക്കാലം വളരെ നല്ല രീതിയിൽ ഈ DCCയുടെ ഒരു ചലിക്കുന്ന ഒരു പ്രസിഡന്റായി ബൂത്ത് തലം മുതൽ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ പ്രസിഡന്റ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ലോകത്തിൽ ഞാൻ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ
19 മാസക്കാലത്തെ നിസ്തുലമായ സേവനങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് 2 വാക്ക് പറയാൻ മാത്രമേ ആഗ്രഹിക്കുന്നു. നൈസായിട്ടങ്ങ് ഒഴിവാക്കിക്കളഞ്ഞല്ലേ. മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമുക്കുള്ള ഒരു അവസരം, പക്ഷേ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് അവരോട് ഒരിക്കലും യോഗത്തിൽ നിന്ന് പോകാൻ പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം അങ്ങനെ ഒരു രഹസ്യമൊന്നും ഇവിടെ പറയുന്നില്ല. കരകുളം കൃഷ്ണപിള്ളയുടെ സംഭാവനകൾ വിവരിച്ച് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയാണ് സഹപ്രവർത്തകർ. ഇത്രയ്ക്ക് നല്ല സംഭാവനകൾ നൽകിയ കരകുളം കൃഷ്ണപിള്ളയെ എന്തിനാണ് മാറ്റുന്നതെന്ന് മാത്രം പക്ഷേ ആരും പറയുന്നില്ല. കരകുളം കൃഷ്ണപിള്ള എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനായ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രീ വത്സൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്ന ആരും തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഒതുങ്ങിപ്പോകുന്ന ആളുകളല്ല. അവർ വളരെ ശക്തിയായി തന്നെ തിരിച്ചു വരുന്ന നേതാക്കന്മാരാണ്. കൃഷ്ണപിള്ള കണ്ട ഒരു പ്രത്യേകത, ഞാൻ കണ്ട പ്രത്യേകത, ഗിവ് റെസ്പെക്ട് ഗെറ്റ് റെസ്പെക്ട്. എല്ലാവരും ബഹുമാനിക്കുന്ന വളരെ മെച്യൂറായ, നല്ല പ്രായോഗികമായ നല്ലൊരു ശക്തമായ നേതൃത്വം. ഇവിടെ ഇരിക്കുന്ന പ്രധാന ക്രീം ഈ ജില്ലയിൽ ഞാൻ ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ സംശയം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയൊക്കെ DC ഓഫീസർമാർ വളരെ കുറവാണ്. നൈസായിട്ടങ്ങ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയാനായി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ശരിക്കു പറഞ്ഞാൽ ശവത്തിൽ കുത്താണ്. അതല്ലെങ്കിലും ശവത്തിൽ കുത്താൻ അറിയാവുന്നവർക്കേ ഉയരങ്ങളിലെത്താനാവൂ എന്നും നമ്മൾ മനസ്സിലാക്കണം. പിരിഞ്ഞു പോകുന്ന DCC പ്രസിഡന്റുമാരുടെ ഭാവി ജീവിതം ഭാസുരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിടവേളയിലേക്ക് പോവുകയാണ്. ചലച്ചിത്രമേള എല്ലാ അഹങ്കാരത്തോടെയും തലസ്ഥാനത്ത് നടക്കുകയാണ്. മേളയൊക്കെ ഗംഭീരം തന്നെ. പക്ഷേ മേള നടത്തിപ്പുകാർക്ക് കുറച്ച് അഹങ്കാരമൊക്കെ വന്നിട്ടുണ്ടോ എന്നാണ് നമ്മുടെ കെ മുരളീധരൻ MLA യുടെ സംശയം. അതിന് കാരണമുണ്ട്. മേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് മുരളീധരനെ സംഘാടകർ വേണ്ടതുപോലെ ക്ഷണിച്ചില്ല പോലും. 9-ാം തീയതി ഒരു പരിപാടിയുണ്ട്, വരണം എന്ന് പറഞ്ഞതല്ലാതെ ഒരു കത്ത് പോലും കൊടുത്തില്ലത്രേ. പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ അനുസരിച്ച് പ്രോഗ്രാം എഴുതി വയ്ക്കുകയും ചെയ്തു. പക്ഷെ എന്താണെന്ന് അറിഞ്ഞില്ല. ഇല്ല, പിന്നെ വിളിച്ചിട്ടില്ല. മന്ത്രി എന്നോട് ചോദിച്ചാൽ എന്താ എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ആരും അറിയില്ല, എനിക്ക് ഇങ്ങനെ പ്രോഗ്രാം ഒന്നും കിട്ടിയിട്ടില്ല. മുരളീധരൻജിയുടെ പ്രശ്നം ഇതല്ല. ഹരിത കേരളത്തിൻ്റെ പേരിൽ ചപ്പും ചവറും വാരാൻ കൂടെ കൂട്ടിയിട്ടും ഒരു സിനിമ കാണാനുള്ള പരിപാടി വന്നപ്പോൾ അതിന് മാത്രം സർക്കാർ വിളിച്ചില്ലത്രേ. കഷ്ടമായിപ്പോയി. ഇപ്പോൾ ഹരിത കേരളം പരിപാടിയിലൊക്കെ ഞങ്ങൾ ഇന്നലെ പൂർണ്ണമായിട്ട് സഹകരിച്ചാണ്. ഞങ്ങളും ഇന്നലെ ചപ്പ് ചവറൊക്കെ വാരാൻ പോയവരാണ്. ഈ പ്രതിപക്ഷ MLA-മാരുടെ ജോലി ചപ്പ് ചവറ് വാരാൻ മാത്രമാണോ അതോ അന്താരാഷ്ട്ര സിനിമ ഒന്നും കാണാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എന്നുള്ള മനോഭാവം ആണോ എന്ന് എനിക്കറിയില്ല. വിളിക്കാത്ത കല്യാണത്തിന് പോയി ചോറുണ്ണുന്ന പരിപാടിയൊന്നും അല്ലെങ്കിലും ഈ കോൺഗ്രസ്സുകാർക്കില്ല. പിന്നെ വല്ല അബ്കാരികളുടെയോ മറ്റോ കല്യാണമാണെങ്കിൽ ഒരു കൈ നോക്കാം. അതെന്തുമാവട്ടെ, സിനിമ കാണിക്കാൻ മുരളീധരനെ സർക്കാർ കൂടെ കൂട്ടാഞ്ഞത് മോശമായിപ്പോയി. അതിലൊക്കെ മുഖ്യമായൊരു കാര്യം UDF-ൻ്റെ കാലത്ത് നടന്ന എല്ലാ ചലച്ചിത്രോത്സവങ്ങളിലും മുഖ്യ പ്രഭാഷകനായിട്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാറുണ്ട്. ഇത്തവണ അദ്ദേഹത്തിനോട് കണ്ടു പറഞ്ഞോ എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ പേരൊന്നും എവിടെയും കണ്ടു. ഇപ്പം ഞങ്ങളൊന്നും ഇല്ലെങ്കിൽ മേള നന്നായി നടക്കും. കാരണം സിനിമ കാണാനൊക്കെ ആൾക്കാർ വരുമല്ലോ. എന്നാലും ഇതൊരു ശരിയായിട്ടുള്ള നടപടിയല്ല. അത് ഒരു തെറ്റായ പ്രവണതയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇല്ല, ഞാൻ പങ്കെടുക്കുന്നില്ല. 9-ാം തീയതി വൈകുന്നേരം ഫംഗ്ഷൻ ഉണ്ട്, പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പക്ഷേ നോട്ടീസും കാര്യങ്ങളും എനിക്കിത് കിട്ടിയില്ല. ഇന്ന് പത്രത്തിലാണ് ഞാനുണ്ട് എന്ന് തന്നെ എനിക്കറിയില്ല. കമലു വന്ന് ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ചേർത്തലയിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ അയ്യപ്പ ക്ഷേത്രത്തിലെ സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനത്തിന് എന്നെയാണെന്ന് വെച്ചിരുന്നത്. ഞാൻ പറഞ്ഞു ഉണ്ടാവില്ല. ഇനി മേളയുടെ ഉദ്ഘാടന വിശേഷങ്ങളാണ്. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ വിളിച്ചിട്ട് വന്ന ശശി തരൂർ MP മേളയ്ക്ക് വന്നവരെ ഞെട്ടിച്ചു കളഞ്ഞു. ശശി തരൂർ ഫ്രഞ്ച് ഭാഷ പറഞ്ഞാണ് കാണികളെ അമ്പരപ്പിച്ച് കളഞ്ഞത്. മേള നടത്തിയവരെ വേദിയിലിരുത്തി ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരം തരൂർ മുതലാക്കിയതാണോ എന്നൊരു സംശയവും ഉണ്ട്. വലിയ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കൺട്രി ഫോക്കസ് എന്താണ്? കസാഖിസ്ഥാൻ. പിന്നെ അമോൽ പാലേക്കർജിയോട് സംസാരിച്ച ശേഷം ഞാൻ അടുത്തിരുന്ന് ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കുന്നവരാരാണ്? ഗിരി മെൻസലും മിഷേൽ ഖലീഫിയും. ഇതെല്ലാം കുട്ടിക്കാലം മുതൽക്ക് കാണുന്ന പേരുകൾ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തിൽ നമ്മളുടെ ഇടെ അവർ ഫിലിം കാട്ടാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും എത്തിയിരിക്കുന്നു. Monsieur Menzel, c'est vraiment un plaisir de vous accueillir ici et de vous remercier encore une fois pour vos grandes contributions à notre pays. Le cinéma, c'est quelque chose de très spécial
Et moi, j'ai regardé votre premier film quand j'étais à l'université. Et pour moi, c'est un grand... ഇനി ജി സുധാകരൻ മന്ത്രിയുടെ പ്രബോധനങ്ങളാണ്. ഭൂമിക്കൊരു ചരമഗീതം എഴുതുന്നവരെ പറ്റിയാണ് സുധാകരൻ മന്ത്രിയുടെ പ്രബോധനങ്ങൾ. കേൾക്കുക. ഈ ഫലങ്ങൾ നൽകുന്ന ഒരു വൃക്ഷത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്. ഞാനത് 2006 നിയമസഭ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഞാനത് പാടിയിട്ടുണ്ട്. കോപ്പറേറ്റീവ്സിനെ പറ്റി പറഞ്ഞപ്പോൾ കോപ്പറേറ്റീവ്സ് അതുപോലെയുള്ള ഒരു ഫലവൃക്ഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ആശയം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പഴങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇതിനെ വെട്ടാൻ നിഷാദൻ വരികയാണ്. പഴയ കാട്ടാളനുണ്ടല്ലോ, അതുപോലെ ആൾ വരികയാണ് വെട്ടാൻ മഴുവൊക്കെ ആയിട്ട്. ഹേ നിഷാദ മാ നിഷാദ ഈ മാമരത്തെ വേട്ടയാണിത്. അങ്ങനെ തുടക്കം. വിശക്കുന്ന ഉണ്ണിക്കും കിളിക്കും ഫലങ്ങൾ നൽകുന്ന ഈ മരത്തെ വേട്ടയാടരുത്. ഇത്ര മനോഹരമായ കവിതയാണ്. ആ കവിതയുടെ അവസാനം, ആ കവിതയല്ല, അത് കഴിഞ്ഞ് അദ്ദേഹം ഒടുവിൽ ഭൂമിക്ക് ചരമഗീതം എഴുതി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരാ ഭൂമിയെ നശിപ്പിക്കുന്നത്? നമ്മൾ തന്നെയല്ലേ. ആരോടായി പറയുന്നത്? ഗോളത്തിൽ നിന്ന് ഇറങ്ങി വന്ന വല്ല ആൾക്കാരുമാണോ? നമ്മൾ തന്നെയാണ് നശിപ്പിക്കുന്നത്. നമ്മൾ തന്നെയാണ് കൃഷി ഇല്ലാതാക്കിയത്. നമ്മുടെയാണ് ജലാശയങ്ങൾ മൂടിയത്. നമ്മൾ തന്നെയാണ് അത്യാഗ്രഹം കൊണ്ട് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ നന്നാവണം. നമ്മളെ നന്നാക്കാനാണ് കവിത എഴുതേണ്ടത്, അല്ലാതെ ഭൂമിയെ നന്നാക്കണ്ട. അത് പ്രപഞ്ചമാണ്. നമ്മൾ നന്നാക്കിയാൽ ഭൂമി സ്വയം നന്നായിക്കൊള്ളും. പ്രബോധനം നൽകി തെരുവു പട്ടികളെ തല്ലിക്കൊല്ലുന്നവർക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു കളഞ്ഞു മന്ത്രി. ഭൂമി കൃഷി ചെയ്യാനും ജീവിക്കാനും ഒക്കെയുള്ള അത് ഭൂമി അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഭൂമിയെ വസ്ത്രാക്ഷേപം ചെയ്യരുത്, ബലാത്സംഗം ചെയ്യരുത്. ഭൂമിയുടെ ഉടുവസ്ത്രമാണ് നമ്മുടെ ഈ പച്ചപ്പുകൾ, ഈ പുല്ലെന്നൊക്കെ പറയില്ലേ, അത് ഭൂമിയുടെ വസ്ത്രമാണ്. അതങ്ങ് എടുത്തു കളഞ്ഞാൽ നമ്മൾ അറേബ്യൻ മരുഭൂമിയിലിരിക്കും. അവർക്കാണ് ഈ പച്ചപ്പ് കാണാൻ വലിയ സന്തോഷം. അവിടെ ഇല്ല ഈ സാധനം. കോടികൾ മുടക്കിയാണ് സുൽത്താൻമാർ അവിടെ ഇപ്പോൾ പച്ചപ്പ് വെച്ച് പിടിപ്പിക്കുന്നത് അല്ലേ. നമുക്ക് പുച്ഛം. വെറും പുല്ല്, നീ പോടാ പുല്ലെന്നാ പറയുക. എന്ന് വെച്ചാൽ ഈ പുല്ല് മോശമായതിൻ്റെ അർത്ഥം അങ്ങനെ പറയാൻ പാടില്ല. നീ പോടാ പട്ടി, നീ പോടാ പുല്ല്. മലയാളികളുടെ വിപരീതാർത്ഥത്തിലുള്ള തെറ്റായ പ്രയോഗങ്ങളാണ്. നിങ്ങളാരും അത് പ്രയോഗിക്കരുത്. പട്ടിയെപ്പോലെ വിശ്വസ്തതയുള്ള ഈ അലഞ്ഞു കിടക്കുന്ന മറ്റേ കാവാലി പട്ടിയല്ല. അല്ലെ തല്ലിക്കൊല്ലണ്ട മൊത്തം. മൊത്തം നിങ്ങൾ തല്ലിക്കൊല്ലണം. ഒരാളെ ശിക്ഷിക്കുക. ഒരെണ്ണത്തിനെ വെച്ചേക്കരുത്. മേനകാ ഗാന്ധി അല്ല, അതിൻ്റെ അപ്പുറത്തെ ആൾ വന്നാൽ ഒരു കാര്യമില്ല. അവർക്കെന്ത് കാര്യമില്ല. ഇവരാരാണപ്പാ ഈ മേനകാ ഗാന്ധി? ആരാണാവും? ഓരോരോ ഗവൺമെൻറ് മാറി വരുമ്പോൾ ആ പാർട്ടി ചേർന്നൊരു മന്ത്രിയാവും. ഇരിക്കട്ടെ, അവരുടെ ഭർത്താവിൻ്റെ വിലയും കൂടെ അവർ കളഞ്ഞു. അവരൊന്നും ഈ നാട്ടിൽ ആരുമല്ല. കോടതി ശിക്ഷിക്കട്ടെ. വേണേ ഒരു വഴിയായിട്ട് ഞാനും വരാം, എന്നെയും ചെയ്തിട്ടോ. ഇത് കൊല്ലാൻ വയ്യ, അതെന്നെ കൊണ്ടാണ് തല്ലിക്കൊല്ലാൻ എന്നെ പറ്റില്ല. അത് നിങ്ങളൊക്കെ ചെയ്തു. പ്രബോധിപ്പിച്ച് തെരുവു പട്ടികളെ തല്ലിക്കൊല്ലണം എന്നുവരെ പ്രബോധിപ്പിച്ചു കളഞ്ഞു മന്ത്രി.